നോക്കാം വാർത്തകൾ വേഗത്തിൽ. കറാച്ചി സ്ഫോടനം ലക്ഷ്യമിട്ടത് ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിയെന്ന് റിപ്പോർട്ട്. ജിന്ന അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപത്തടക്കം വിവിധയിടങ്ങളിലായാണ് സ്ഫോടനമുണ്ടായത്. സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടത് ചൈനീസ് പൗരന്മാരും. SCO രാഷ്ട്രത്തലവന്മാരുടെ ഉച്ചകോടി ഈ മാസം 15-നും 16-നും പാകിസ്ഥാനിൽ വച്ചാണ് നടക്കുക. ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ ശക്തമായ ആക്രമണം ഇസ്രായേൽ തുടരുന്നു. 24 മണിക്കൂറിനിടെ 150 ഇടങ്ങളിലാണ് ആക്രമണം നടന്നത്. ലബനനും വൻതോതിൽ ഇസ്രായേലിലേക്ക് റോക്കറ്റുകൾ വർഷിച്ചു. വടക്കൻ നഗരമായ ടെബ്രിയാസിൽ റോക്കറ്റ് ആക്രമണത്തിൽ ഒരാൾക്ക് ഗുരുതരമായ പരിക്കേറ്റു. ഇസ്രായേലിനു നേരെ തൊടുത്ത മിസൈൽ വ്യോമസേന നിർവീര്യമാക്കി. ഇസ്രായേലിലേക്കുള്ള യാത്രകൾ പരിമിതപ്പെടുത്തണമെന്ന് ബ്രിട്ടൻ പൗരന്മാർക്ക് നിർദ്ദേശം നൽകി. ഹമാസ് ഇസ്രായേലിൽ നടത്തിയ കൂട്ടക്കുരുതിക്ക് ഒരാണ്ട്. ഹമാസ് ബന്ദികളാക്കിയവരുടെ മോചനം സാധ്യമാകാതെ തിരിച്ചടി അവസാനിപ്പിക്കില്ലെന്നാണ് ഇസ്രായേൽ ആവർത്തിക്കുന്നത്. അതേസമയം ഹിസ്ബുള്ള ഭീകരർക്കെതിരായ ആക്രമണം ഇസ്രായേൽ തുടരുകയാണ്. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ. ഫലമറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ മുന്നണികളെല്ലാം വലിയ പ്രതീക്ഷയിലാണ്. എക്സിറ്റ് പോളുകൾ പ്രവചിച്ചതിലും മികച്ച വിജയം ഹരിയാനയിൽ നേടും എന്നാണ് BJP നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. BJP തുടർ ഭരണത്തിലേക്ക് കടക്കുമെന്ന് മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി പറഞ്ഞിരുന്നു. അതേസമയം ഹരിയാനയിൽ കോൺഗ്രസ് സർക്കാർ രൂപീകരണ ചർച്ചകളിലേക്ക് കടന്നു. 90 നിയമസഭാ സീറ്റുകളുള്ള ഹരിയാനയിൽ വ്യക്തമായ ഭൂരിപക്ഷത്തോടെ കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്നാണ് എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്നത്. മേഘാലയയിൽ മഴയിലും മണ്ണിടിച്ചിലിലും മരിച്ചവരുടെ എണ്ണം 15ആയി. ഇക്കഴിഞ്ഞ 4-ാം തീയതി മുതൽ തുടരുന്ന കനത്ത മഴ വെസ്റ്റ് ഗാരോ ഹിൽസ്, സൗത്ത് ഗാരോ ഹിൽസ് ജില്ലകളിൽ കനത്ത നാശമാണ് വിതച്ചത്. മുഖ്യമന്ത്രി കോൺറാഡ് സാങ്മ ഉന്നതതല യോഗം വിളിച്ച് സ്ഥിതി വിലയിരുത്തി. റോഡുകളും പാലങ്ങളും തകർന്ന സ്ഥലങ്ങളിൽ ബെയിലി പാലം നിർമ്മാണമടക്കം താൽക്കാലിക ഗതാഗത സംവിധാനങ്ങൾ അടിയന്തരമായി സജ്ജമാക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. ഈ വർഷം ഇതുവരെ മഴയിലും മണ്ണിടിച്ചിലിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ 120 പേരാണ് മരിച്ചത്. മധ്യപ്രദേശിലെ ഭോപ്പാലിൽ ഫാക്ടറിയിൽ നിന്ന് 1800 കോടിയിലധികം വിലമതിക്കുന്ന മയക്കുമരുന്ന് പിടിച്ചെടുത്തു. നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയും ഗുജറാത്തിലെ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡും സംയുക്തമായി നടത്തിയ റെയ്ഡിലാണ് മയക്കുമരുന്ന് പിടികൂടിയത്. ഫാക്ടറിയിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന മയക്കുമരുന്നുകളാണ് റെയ്ഡിൽ കണ്ടെടുത്തത് എന്നാണ് വിവരം. അനധികൃത മയക്കുമരുന്ന് ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട് 2 പേരെ അറസ്റ്റ് ചെയ്തു. തുടർ വിവാദങ്ങൾക്കിടയിൽ ഇന്ന് നിയമസഭ വീണ്ടും ചേരും. ഫോൺ ചോർത്തൽ, വയനാട് ദുരന്തം, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തുടങ്ങിയ വിവാദ വിഷയങ്ങളിൽ മുഖ്യമന്ത്രി സഭയിൽ മറുപടി പറയും. മലപ്പുറം പരാമർശങ്ങളും പൂരം കലക്കലും ADGP P ശശി, അൻവർ വിഷയങ്ങളും ആയുധമാക്കാനൊരുങ്ങുകയാണ് പ്രതിപക്ഷം. വിവാദങ്ങൾക്കൊടുവിൽ ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി. പോലീസ് ബറ്റാലിയന്റെ ചുമതലയിൽ തുടരും. പാർട്ടിയിൽ നിന്നും മുന്നണിയിൽ നിന്നും സമ്മർദ്ദം ശക്തമായതോടെയാണ് നടപടി. PV അൻവർ MLA ഉന്നയിച്ച ആരോപണങ്ങൾക്ക് അതേ വേദിയിൽ തന്നെ മറുപടി പറയാൻ CPM. അൻവർ ആദ്യ പൊതുയോഗം നടത്തിയ നിലമ്പൂർ ചന്തക്കുന്നിൽ CPM ഇന്ന് വിശദീകരണ യോഗം നടത്തും. CPM പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. KT ജലീലും യോഗത്തിൽ പങ്കെടുക്കും. അൻവറിനെ പരസ്യമായി വിമർശിച്ചുകൊണ്ട് KT ജലീൽ നടത്തുന്നത് പുതിയ രാഷ്ട്രീയ നീക്കം. അതിതീവ്ര വർഗീയ നിലപാട് മയപ്പെടുത്തി പുതിയ രാഷ്ട്രീയ പരീക്ഷണം നടത്തുകയാണ് ജലീൽ. ലൈംഗികാരോപണ കേസിൽ പ്രതിയായ നടൻ സിദ്ദിഖിനെ ഇന്ന് അന്വേഷണ സംഘം ചോദ്യം ചെയ്യും. ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് അന്വേഷണ സംഘം സിദ്ദിഖിന് നോട്ടീസ് നൽകിയിരുന്നു. തിരുവനന്തപുരം നാർക്കോട്ടിക്സ് സെൽ അസിസ്റ്റന്റ് കമ്മീഷണറാണ് നോട്ടീസ് നൽകിയത്. ഇന്ന് തിരുവനന്തപുരത്ത് ചോദ്യം ചെയ്യലിനെത്തണം എന്നാണ് നിർദ്ദേശം. പാലക്കാട് മലമ്പുഴ ഡാം ഇന്ന് തുറക്കും. വൃഷ്ടി പ്രദേശങ്ങളിൽ മഴ തുടരുന്നതിനാൽ റൂൾ കർവ് ക്രമീകരിക്കുന്നതിനായാണ് ഡാമിന്റെ സ്പിൽവേ ഷട്ടറുകൾ തുറക്കുക. ഡാമിന്റെ 4 ഷട്ടറുകളാണ് തുറക്കുക. കൂടാതെ പവർ ജനറേഷനും ആരംഭിക്കുമെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു.
നാദാപുരം തൂണേരി ഷിബിൻ വധക്കേസിൽ ഹൈക്കോടതി കുറ്റക്കാരനെന്ന് വിധിച്ച 7 ലീഗ് പ്രവർത്തകരെ നാട്ടിലെത്തിക്കാൻ പോലീസ് ശ്രമം തുടങ്ങി. നിലവിൽ 7 പേരും ഗൾഫ് രാജ്യങ്ങളിലാണ്. വിധിക്കെതിരെ സുപ്രീംകോടതിയിൽ അപ്പീൽ നൽകുമെന്ന് മുസ്ലിം ലീഗ്. തൊണ്ടയിലെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ കണ്ണൂർ കണ്ണാടിപ്പറമ്പിലെ 17-കാരൻ മരണപ്പെട്ടതിൽ നടപടി ആവശ്യപ്പെട്ട കുടുംബം രംഗത്ത്. ഡോക്ടറുടെ അനാസ്ഥ കാരണമാണ് വിദ്യാർത്ഥി മരിച്ചതെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. രക്തസ്രാവത്തെ തുടർന്നാണ് കഴിഞ്ഞ ജൂലൈയിൽ കണ്ണാടിപ്പറമ്പ് സ്വദേശി സൂര്യജിത്ത് മരിച്ചത്. അതേസമയം ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ലെന്നാണ് ഡോക്ടർ നൽകുന്ന വിശദീകരണം. സുപ്രസിദ്ധ ഗുണ്ട ഓം പ്രകാശിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. മയക്കുമരുന്ന് കച്ചവടവുമായി ബന്ധപ്പെട്ട് മരട് പോലീസാണ് അറസ്റ്റ് ചെയ്തത്. ഇന്നലെ കൊച്ചിയിലെ ഹോട്ടലിൽ നിന്നും ഓം പ്രകാശിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. മഹാകുംഭമേള 2025ന്റെ ലോഗോ അനാച്ഛാദനം ചെയ്തു. പ്രയാഗ്രാജിൽ നടന്ന ലോഗോ പ്രകാശന ചടങ്ങിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യ ഉൾപ്പെടെയുള്ളവർ സന്നിഹിതരായിരുന്നു. ജനുവരി 13-ന് ആരംഭിച്ച് ഫെബ്രുവരി 25 വരെയാണ് മഹാകുംഭമേള നടക്കുക. കുംഭമേളയ്ക്കായുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞതായും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അറിയിച്ചു. ഗുരുവായൂർ നഗരസഭയിൽ അപകട ഭീഷണി ഉയർത്തി പൊതുകിണർ. വാർഡ് 43-ൽ 15ഓളം വീടുകൾക്ക് നടുവിലാണ് അപകടാവസ്ഥയിൽ കിണറുള്ളത്. വെള്ളത്തിന് മറ്റു മാർഗങ്ങളില്ലാത്തതുകൊണ്ട് പ്രദേശത്തെ വീട്ടുകാരെല്ലാം ഈ കിണറിനെയാണ് ആശ്രയിക്കുന്നത്. ചെറിയ കുട്ടികളും പ്രായമായ സ്ത്രീകളും അടക്കം ഒരുപാട് പേർ നടന്നു പോകുന്ന വഴിയിൽ കിണർ അപകട ഭീഷണിയാകുകയാണ്. സംഭവത്തിൽ അധികൃതർ നടപടി സ്വീകരിക്കാത്തത് പ്രതിഷേധാർഹമാണെന്ന് BJP ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചറമ്പത്ത് പറഞ്ഞു. ബംഗ്ലാദേശിനെതിരായ 2020 പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 7 വിക്കറ്റിന്റെ അനായാസ ജയം. 128 റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ഇന്ത്യ 11.5 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ വിജയം സ്വന്തമാക്കുകയായിരുന്നു. ഓപ്പണർമാരായി എത്തിയ സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയും ചേർന്ന് തകർപ്പൻ തുടക്കമാണ് ഇന്ത്യയ്ക്ക് നൽകിയത്. സൂപ്പർ ലീഗ് കേരളയിൽ കാലിക്കറ്റ് FC-ക്ക് തകർപ്പൻ ജയം. ആവേശകരമായ മത്സരത്തിൽ 1-4 ഗോളുകൾക്കാണ് കാലിക്കറ്റ് FC തിരുവനന്തപുരം കൊമ്പൻസിനെ തോൽപ്പിച്ചത്. ആദ്യ പകുതിയിൽ തന്നെ കാലിക്കറ്റ് FC എതിരില്ലാത്ത 3 ഗോളുകൾക്ക് മുന്നിലായിരുന്നു. തകർപ്പൻ ജയത്തോടെ 6 കളികളിൽ നിന്ന് 10 പോയിന്റുമായി കാലിക്കറ്റ് FC 2ാം സ്ഥാനത്തേക്ക് കയറി. സീസണിലെ 2ാം തോൽവി വഴങ്ങിയ തിരുവനന്തപുരം കൊമ്പൻസ് 6 കളികളിൽ നിന്ന് 6 പോയിന്റുമായി 4ാം സ്ഥാനത്താണ്. ന്യൂസ് പൂർണ്ണമാകുന്നു.